ലൈഫ് ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണെന്ന് പറയുന്നത് ഇത്ര കറക്റ്റാണല്ലേ. ചിലപ്പോൾ കുറേ അപ്സ്, ചിലപ്പോൾ കുറേ ഡൗൺസ്, ചിലപ്പോൾ വല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റും ടേൺസും എല്ലാം കൂടിയുള്ളൊരു ഭയങ്കര സംഭവം തന്നെയാണ് ലൈഫ്. എൻ്റെ കേസിലാണെങ്കിൽ അത് 101% കറക്റ്റുമാണ്. എൻ്റെ കോളേജ് ലൈഫ് മുതൽ കല്യാണം വരെ എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായി നടന്ന കാര്യങ്ങളാണ്. എല്ലാം അങ്ങനെ അങ്ങൊരു ഫ്ലോയിൽ തനിയെ അങ്ങ് നടന്നു പോയതാണ് എൻ്റെ ലൈഫിൽ. പക്ഷെ ഒരമ്മയാവുന്നത് എപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി റെഡിയായെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം മതിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് നമ്മൾ എപ്പോഴാണ് ഒരു അമ്മയാവാൻ റെഡിയാവുക, അപ്പോൾ ഒരു മദർലി ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. ആൻഡ് അത് എൻ്റെ കേസിൽ ഇറ്റ് വാസ് സോ ട്രൂ. ബിക്കോസ് കല്യാണം കഴിഞ്ഞ ഇനീഷ്യൽ ഇയേഴ്സിലെല്ലാം ഒബ്വിയസ്ലി നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിച്ചു തുടങ്ങുമല്ലോ ഈ കുട്ടീൻ്റെ പ്ലാൻ എന്നല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. അതങ്ങനെ പുറത്ത് കാണിക്കലില്ലെങ്കിലും ഇവരൊക്കെ എന്തിനാ അപ്പം ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് സ്വന്തം കാര്യം നോക്കിയാൽ പോയെന്ന് തോന്നുന്ന ആളായിരുന്നു ഞാൻ. ബട്ട് ആഫ്റ്റർ ഒരു 3 years ശരിക്കും എൻ്റെ തിങ്കിങ് തന്നെ മാറാൻ തുടങ്ങി. ലൈക്ക് മെല്ലെ മെല്ലെ ഐ തിങ്ക് വി ആർ റെഡി ഫോർ ഹാവിങ് എ ബേബി നോ, ലൈക്ക് അങ്ങനത്തെയൊക്കെ ലൈക്ക് ഇനീഷ്യലി നമുക്ക് തോന്നിയതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ തോട്ട്സും എന്തൊക്കെയോ വന്നു തുടങ്ങി. എല്ലാവരുടെ കേസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കേസാണ് പറയുന്നത്. ചിലവരുണ്ട് കല്യാണം കഴിഞ്ഞ പാടെ ഇതിനൊക്കെ ലൈക്ക് മെൻ്റലി ദേ വിൽ ബി റെഡി ഫോർ ഹാവിങ് എ ബേബി. അല്ലാണ്ട് ലൈക്ക് അതും ലൈക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ഹാപ്പൻ ആയി പോകുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു തിങ്ക് ലൈക്ക് കല്യാണം നമ്മൾ എത്രത്തോളം ആലോചിച്ച് സംസാരിച്ചിട്ടെല്ലാം എടുക്കുന്ന ഡിസിഷനാണോ അതേപോലെ തന്നെ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈക്ക് കുട്ടി ആവുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ഹോൾ ന്യൂ ലൈഫ് യു ഗൈസ് ആർ ബ്രിങ്ങിങ് ടു ദ വേൾഡ്, റൈറ്റ്? അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഫീൽ, റൈറ്റ്? ഇഫ് യു ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് എ ബേബി then that's not a good decision. But I'm sure like എപ്പോഴാണോ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ you'll be like able to enjoy each and every moment of motherhood. ട്രൂലി ഞാൻ എൻ്റെ ഈ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ശരിക്കും you'll be able to enjoy being a mother, carrying this tiny human. ശരിക്കും ഭയങ്കര സുഖമായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റും, അതിലൊരു സംശയമില്ല.